ഒരു ഡിസംബർ മാസം റീലും സ്ക്രോൾ ചെയ്തിരുന്ന എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്, കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഗിഫ്റ്റ്സ് അയച്ചു തരാം, പ്രൈസസ് അയച്ചു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കോഡ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് മന്ത് തന്നെ എനിക്കൊരു ഐപാഡ് കിട്ടി. സൂപ്പർ ഐപാഡ് ആയിരുന്നു. ഞാൻ നീല കളറാണ് സെലക്ട് ചെയ്തത്, എനിക്ക് കിട്ടി. പിന്നീട് എനിക്ക് കോഡ് ചെയ്യുന്നത് വഴി കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഒരു റാസ്ബെറി പൈ, പിന്നെ ഒരു ഡൊമൈൻ ഗ്രാൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. കൊച്ചു കൊച്ചു സാധനങ്ങൾ, കീബോർഡ്, ആർട്ട് കിറ്റ്, ഒരു ഗ്രാഫിക്സ് ടാബ്ലറ്റ്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരുപാട് കിട്ടി. ഇതൊന്നും അല്ല ഹൈലൈറ്റ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കിട്ടി, നത്തിങ്ങിൻ്റെ ഫോൺ. അതിനകത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ 18 വയസ്സിന് മുമ്പ് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു. അത് മാത്രമല്ല 80,000 രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ എൻ്റെ ഫാദറിന് വാങ്ങിച്ചു കൊടുത്തു. എന്തിനാ? കോഡ് ചെയ്തു എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട്. എനിക്ക് കോഡ് ചെയ്യാൻ സ്കില്ലുണ്ട് എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് എനിക്ക് ഇത്രയും നേടാൻ പറ്റിയത്. ഇതാണ് ഹാക്ക് ക്ലബ്ബ്. ഹാക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർഡ്വെയർ സ്കില്ലാണേലും സോഫ്റ്റ്വെയർ സ്കില്ലാണേലും അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ആ സ്കില്ലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൈസസ് കിട്ടും. ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 1 lakhൽ കൂടുതൽ വെർത്ത് വരുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് 18 വയസ്സോ അതിന് താഴെയോ പ്രായമാണെങ്കിൽ മാത്രമേ ഇത് ജോയിൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ 13 വയസ്സിന് മുകളിലും പ്രായം വേണം. ഹാക്ക് ക്ലബ്ബിൽ മാത്രമല്ല, കേരള ഹാക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഹാക്ക് ക്ലബ്ബിന് സ്വന്തമായിട്ടൊരു കേരള ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മലയാളി സപ്പോർട്ട് നിങ്ങൾക്ക് ഹാക്ക് ക്ലബ്ബിൽ നിന്ന് കിട്ടും. അതിനകത്ത് ഞാനോട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാം, എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ അത് ചോദിക്കാം. പിന്നെ ഞങ്ങൾ തിങ്കർ സ്പേസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് ഹാക്കത്തോണുകളും ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, പ്രൈസസ് വിൻ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഓൾറെഡി 3 ഹാക്കത്തോണുകൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഹാക്ക് ക്ലബ്ബിലും കേരള ഹാക്ക് ക്ലബ്ബിലും എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. സ്ക്രീനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങളൊരു വൈപ്പ് കോഡറാണ്, ഞാൻ വൈപ്പ് കോഡ് ചെയ്ത ആപ്പുകൾ ഉണ്ടാക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഹാക്ക് ക്ലബ്ബിലോട്ട് വരണ്ട. നിങ്ങളുടെ വൈപ്പ് കോഡ് ചെയ്ത പ്രൊജക്ട്സ് ഹാക്ക് ക്ലബ്ബിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ ഈ കൊതുകൊക്കെ വന്നിരിക്കുമ്പോൾ തട്ടിക്കളയത്തില്ല, അതേ കണക്ക് എടുത്ത് കളയും. നിങ്ങൾ അതുമായിട്ട് ഇവിടെ വരരുത്. നിങ്ങളുടെ റിയൽ കോഡിംഗ് സ്കിൽസ് മാത്രമേ ഹാക്ക് ക്ലബ്ബിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഡ് അറിയണം, നിങ്ങൾ കോഡ് ചെയ്യണം, നിങ്ങൾ ലൈൻ ബൈ ലൈൻ കോഡ് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ഞാൻ പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണ്, വൈപ്പ് കോഡറാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്കരുത്. അവരത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഫ്രോഡ് ബാൻ വരെ അവിടെ കിട്ടിയേക്കാം. കുഞ്ഞു കോഡ് സ്നിപ്പറ്റൊക്കെ വെച്ചുണ്ടായിരിക്കും, പക്ഷേ ഒരു എൻ്റയർ പ്രൊജക്റ്റൊക്കെ വൈപ്പ് കോഡ് ചെയ്തുകൊണ്ട് ചെല്ലല്ലേ. അപ്പം നമുക്ക് ഹാക്ക് ക്ലബ്ബിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഹാക്ക് ക്ലബ്ബിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ബ്രൗസറിൽ പോയി slack.com പോവുക. slack.com എന്ന് പറയുന്നത് ഒരു ഡിസ്കോഡ് പോലെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിക്കാൻ പറയും. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റോബോട്ട് വെരിഫിക്കേഷൻ അതൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിലൊരു കോഡ് വരും. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ജിമെയിൽ കൊടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് കിട്ടിയ കോഡിനെ അതേപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ സ്ലാക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് hackclub.com/slack എന്ന് പറയുന്നത് ഈ ലിങ്കിലോട്ട് പോവുക. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാലും മതി. അതിൽ പോയതിന് ശേഷം ജോയിൻ ഹാക്ക് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ 13 തൊട്ട് 18 വയസ്സാണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി 18 ആണ്, 19 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. 18 ഓർ ലോവർ എന്നാണ്, 18 അതിന് താഴെ ഉള്ളവരെന്നാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബട്ടൺസ് എല്ലാം ക്ലിക്ക് ചെയ്ത് ജോയിൻ ഹാക്ക് ക്ലബ്ബ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബർത്ത്ഡേ, ഇമെയിൽ അതെല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആധാറിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു 6 ഡിജിറ്റ് കോഡ് ഇമെയിലിൽ വരും. അത് ഒന്നും കൂടെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാക്ക് ക്ലബ്ബിൻ്റെ ഒരു ഒതൻറ്റിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി ഒന്നും കൂടെ നമ്മളുടെ ഇമെയിൽ കൊടുക്കുന്നു, 6 ഡിജിറ്റ് കോഡ് എടുക്കുന്നു. നേരത്തെ ഒന്ന് ഫെയിൽ ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരുന്നത്. കുഴപ്പമില്ല, വീണ്ടും കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഹാക്ക് ക്ലബ്ബിലൊരു മെമ്പർ ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വെരിഫൈഡ് അല്ല. വെരിഫൈ ചെയ്താൽ മാത്രമേ ഇത് ഇവിടെ കാണുന്നത് പോലെ നമുക്ക് പ്രൈസസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ആധാർ എടുക്കണം. ഓക്കെ, ആധാർ എന്ന് പറയുന്നത് ആധാറിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് യുവർ ആധാർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കിട്ടും. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ആധാർ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ OTPയും എല്ലാം എൻ്റർ ചെയ്തിട്ട് എൻ്റെ ആധാർ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാൻ ആധാർ ഡൗൺലോഡ് ചെയ്തു. ഇതിനകത്ത് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ പാസ്വേഡ് ഒന്നും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മളിവിടെ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഗവൺമെൻറ് ഇഷ്യൂഡ് ID എന്ന് സെലക്ട് ചെയ്യുന്നു. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റ്സും ആധാറും എല്ലാം അപ്ലോഡായിട്ട് നമുക്ക് വേരിഫിക്കേഷന് അവരെന്ത് ചെയ്യും, ക്യൂവിലിടും. ഓക്കെ, ഈ ഒരു വേരിഫിക്കേഷൻ ക്യൂ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെയിലിൽ നമ്മൾ വേരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊരു മെയിൽ വരും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ വേരിഫിക്കേഷൻ റിവ്യൂക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാണ്. പിന്നെ ഇന്ത്യൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ +91 എന്ന് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അഡ്രസ്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഈ അഡ്രസ്സിനകത്തോട്ടായിരിക്കും നമ്മളുടെ കംപ്ലീറ്റ് പ്രൈസസും വരിക, അവരയക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന അഡ്രസ്സിലായിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് അഡ്രസ്സ് കൊടുക്കുകയാണ്. അഡ്രസ്സ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ അഡ്രസ്സുകൾ ആഡ് ചെയ്യാം, പക്ഷേ ഒരു അഡ്രസ്സ് ആഡ് ചെയ്താൽ മതി. നമ്മളങ്ങനെ ഫോൺ നമ്പർ ആഡ് ചെയ്തു, മെയിലിംഗ് അഡ്രസ്സ് ആഡ് ചെയ്തു, ആധാർ അപ്ലോഡ് ചെയ്ത് നമ്മളിപ്പോൾ വെരിഫിക്കേഷന് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു 1-2 ദിവസം കഴിയുമ്പോൾ വെരിഫൈ ആയി എന്ന് പറഞ്ഞൊരു മെയിൽ വരും. ആയില്ലെങ്കിൽ ആവാത്തതിൻ്റെ റീസണും അവർ പറഞ്ഞൊരു മെയിൽ വരും. അപ്പോൾ നമുക്കിനി ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അപ്രൂവ് ആയി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഇവിടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ആസ് അപ്രൂവ്ഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതേപോലെ നോറ ഹാസ് ഇൻവൈറ്റഡ് യു ടു ജോയിൻ ഹാക്ക് ക്ലബ് അങ്ങനത്തെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹാക്ക് ക്ലബിൻ്റെ സ്ലാക്ക് ഓപ്പൺ ആവും. ഓക്കെ, ഈ ഹാക്ക് ക്ലബിൻ്റെ സ്ലാക്കിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഹാക്ക് ക്ലബ് കമ്മ്യൂണിറ്റിയായിട്ട് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഹാക്ക് ക്ലബിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇവൻറ്റുകളെക്കുറിച്ചും അറിയണമെങ്കിലോ നിങ്ങൾ ഇവിടെയാണ് വരേണ്ടത്. ഇവിടുത്തെ ചാനലുകളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതിനകത്ത് ഫസ്റ്റ് ചാനലാണ് അനൗൺസ്മെൻറ്റ്. ഈ അനൗൺസ്മെൻറ്റ് ചാനലിനകത്താണ് ഹാക്ക് ക്ലബിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇവൻറ്റുകളുടെ അനൗൺസ്മെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ജോഡി കാൻഡർ എന്ന് പറയുന്ന പുളിസ്റ്റർ പ്രൈസ് നേടിയ ജേർണലിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുന്നു. മെയ് 15 മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ മക്കൗണ്ടോ എന്ന് പറയുന്നൊരു ഇവൻറ്റ്, നിങ്ങൾക്ക് പ്രൊജക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ട് മാക്ബുക്ക് നിയോ അതുപോലെ തന്നെ പല പല ഗാഡ്ജറ്റ്സൊക്കെ സ്വന്തമാക്കാൻ പറ്റും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇവൻറ്റുകൾ ഹാക്ക് ക്ലബ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനകത്തൊക്കെ നിങ്ങൾക്ക് കോഡ് ചെയ്യാം, നിങ്ങൾക്ക് പ്രൈസസ് നേടാം. അനൗൺസ്മെൻറ്റ് ചാനലിലാണ് ഹാക്ക് ക്ലബിൻ്റെ കംപ്ലീറ്റ് ഇവൻറ്റുകൾ അവർ അനൗൺസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കോഡെന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ കോഡിങ്ങിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കും. വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹാപ്പനിങ്സ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ, ഇതെന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും വരുന്നൊരു പത്രം കണക്കാണ്. ഹാക്ക് ക്ലബിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡെയിലി അല്ല എല്ലാ ആഴ്ചയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ അതിവിടെ ഹാർഡ്വെയർ സെക്ഷൻ ഉണ്ട്. ഹാർഡ്വെയർ സെക്ഷനിൽ ഒബ്വിയസ്ലി ഹാർഡ്വെയറിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഹാക്ക് ക്ലബിനെ കുറിച്ച് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ സ്ലാക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഇനി ഇതിവിടെ ലോഞ്ച് എന്ന് പറയുന്നൊരു സെക്ഷൻ കണ്ടോ, ഇതാണ് ജനറൽ ചാറ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം, കമ്മ്യൂണിറ്റിയായിട്ട് സംസാരിക്കാം, എന്തും ചെയ്യാം. ഇതെന്താ പറയുക, ആൾക്കാർക്കൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എന്താ പറയുക കാര്യമൊക്കെ പറഞ്ഞിരിക്കാനുള്ളൊരു ചാനലാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം. ബാക്കിയുള്ള ചാനലുകളൊക്കെ ഇവിടെ ഉണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ചാനലുകളല്ല. പിന്നെ വെൽക്കം ടു ഹാക്ക് ക്ലബ് ഇതെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ചാനലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയതായിട്ട് കയറിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. പുതിയതായിട്ട് ഹാക്ക് ക്ലബിൽ വന്ന ആളുകളുടെ ചാനലാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും താഴെ നോക്കിയാൽ ഇവിടെ സ്ലാക്ക് ബോട്ട് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഇതെന്ന് പറയുന്നത് ഹാക്ക് ക്ലബിൻ്റെ ഒരു മെയിൻ ബോട്ടാണ്. ഹാക്ക് ക്ലബിന് മാത്രമല്ല സ്ലാക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിറ്റിയുടെ ഒരു മെയിൻ ബോട്ടായിരിക്കും സ്ലാക്ക് ബോട്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഓരോ ചാനലും എന്തിനാണെന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങൾ സ്ലാക്ക് ബോർഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, വെൽക്കം ടു ഹാക്ക് ക്ലബ്. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഹാക്ക് ക്ലബിൽ മെമ്പറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇവൻറ്റിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് സെക്ഷനിൽ പോയി നമുക്ക് ഒരു അനൗൺസ്മെൻറ്റ് എടുക്കാം. അതാണ്ട് മക്കോണ്ടോ എന്ന് പറയുന്നൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വേറൊരു ഇവൻ്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇവൻറ്റിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് ഫ്രീ സ്റ്റിക്കേഴ്സ് ഫോർ സൈനിങ് അപ്പ്. അതായത്
കോഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതിനകത്ത് കയറിയാൽ തന്നെ നമുക്ക് ഫ്രീ സ്റ്റിക്കേഴ്സ് കിട്ടും എന്നുള്ളതാണ്. അത്രയ്ക്ക് ജനറസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഹാക്ക് ക്ലബ്ബ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഏതൊരു ഇവൻറ്റിനും ഇതേപോലെ സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇമെയിൽ അടിക്കാനാണ് പറയുന്നത്. നമ്മളിവിടെ ഇമെയിൽ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ താഴെ ചെറുതായിട്ട് സൈൻ ഇൻ വിത്ത് ഹാക്ക് ക്ലബ്ബ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഏതൊരു ഇവൻറ്റിനും അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ ഇവൻറ്റിൽ കയറാൻ പറ്റും. ഞാൻ ഇവിടെ സൈൻ ഇൻ വിത്ത് ഹാക്ക് ക്ലബ്ബ് കൊടുക്കുവാണ്. കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുന്നു. വേണ്ട അക്കൗണ്ടൊക്കകത്ത് ഞാൻ കയറി. ഇത്രയ്ക്ക് സിമ്പിളാണ് ഒരു ഇവൻറ്റിൽ കയറാൻ വേണ്ടി. ജസ്റ്റ് ഞാൻ എന്താണ്ട് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറയുവാണ്. അതായത് ആ ഇവൻ്റ് എന്താണ് എന്നൊക്കെ ഉള്ളത് പറയുവാണ്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുവാണ്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. ഇതിനകത്ത് ഷോപ്പുണ്ട്. ഈ മക്കോണ്ട ഇവൻറ്റ് മാത്രമല്ല, ഒട്ടുമിക്ക ഹാക്ക് ക്ലബ്ബിലെ എല്ലാ ഇവൻറ്റിലും ഒരു ഷോപ്പുണ്ട്. ഇത് എവിടെ കൊടുത്തേക്കുന്നുണ്ടോ, ഷോപ്പ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ. ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൈസസ് ഇവിടെ നേടാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റും. ഇവിടെ ട്രാവൽ സ്റ്റൈപ്പൻഡ് ഉണ്ട്, സ്റ്റിക്കറുണ്ട്, ഫ്രൂട്ടിൻ്റെ കീ ചെയിൻ ഉണ്ട്, AI ക്രെഡിറ്റ്സ് ഉണ്ട്, ഡൊമൈൻ ഗ്രാൻഡ് ഉണ്ട്, സ്ട്രീക്ക് ഫ്രീസ് ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് 350 കോയിൻ ഉണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ 550 കോയിൻ ഉണ്ടെങ്കിൽ പൈൻസിൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഏറ്റവും താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ്ട് മാക് മിനിയൊക്കെ വാങ്ങിക്കാൻ പറ്റും 6100 കോയിനൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ മെറ്റാക്വസ്റ്റ് 3 വാങ്ങിക്കാൻ പറ്റും 7000 കോയിൻ ഉണ്ടെങ്കിൽ. അതുപോലെ ഇതേ കണ്ട മാക്ബുക്ക് എയർ വാങ്ങിക്കാൻ പറ്റും. വെറും മാക്ബുക്ക് എയർ അല്ല, M5 മാക്ബുക്ക് എയർ 16GB 512GB സ്റ്റോറേജ് വരുന്ന മാക്ബുക്ക് എയർ 11000 കോയിൻ ഉണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിക്കുക, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. പക്ഷേ ആദ്യം നിങ്ങളിവിടെ നോക്കേണ്ടത് നിങ്ങൾക്ക് 0 ഗോൾഡാണുള്ളത്. ഇവിടെ ഗോൾഡാണ്. ചിലപ്പോൾ ഭാവിയിൽ വേറെ ഇവൻറ്റിലായിരിക്കും നിങ്ങൾ കയറുന്നത്, അവിടെ അതിൻ്റേതായ കറൻസി ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ കറൻസി എങ്ങനെ ഏൺ ചെയ്യാമെന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിൽ തന്നെ ഡോക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ FAQ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇതിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിനും എത്ര ഗോൾഡ് വീതം കിട്ടും. ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ 1 മണിക്കൂറിന് 40 ഗോൾഡ്. കുറച്ചും കൂടെ നല്ല ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 45 ഗോൾഡ് പെർ അവർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് നോക്കി വെച്ചിട്ട് മണിക്കൂറുകൾ ചിലവഴിച്ച് എന്ത് ചെയ്യുക, കോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഗോൾഡ് ഏൺ ചെയ്യുക. ഗോൾഡ് ഏൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഷോപ്പിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. ഇത്രയും സിമ്പിളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഇവൻറ്റിൽ ജോയിൻ ആയല്ലോ, നിങ്ങൾ തിരിച്ച് ഹാക്ക് ക്ലബിൻ്റെ സ്ലാക്കിൽ വന്നാൽ അതാണ്ട് മക്കോണ്ടോ ബുള്ളറ്റിൻ, മക്കോണ്ടോ ഹെൽപ്പ്, ഇങ്ങനെ 3 ചാനലിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജോയിൻ ആയതായിട്ട് കാണാൻ പറ്റും. അതൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇവൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ആളുകൾ സംസാരിക്കുന്നത്. കണ്ടോ അതിലെന്തൊക്കെ ചെയ്യാന്നുള്ളത്. ഈ മക്കോണ്ടോ ഹെൽപ്പ് എന്ന് നടക്കുന്നുണ്ടോ, ഈ ഇവൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ ചോദിക്കാം. അത് മാത്രമല്ല, മക്കോണ്ടോ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിനകത്ത് മക്കോണ്ടോ ഇവൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് അനൗൺസ്മെൻറ്റും കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ വരും. അതായത് നേരത്തെ അനൗൺസ്മെൻറ്റ് ചാനലെന്ന് പറയുന്നത് ഹാക്ക് ക്ലബിന് മൊത്തമുള്ള അനൗൺസ്മെൻ്റ് ആണെങ്കിൽ മക്കോണ്ടോ ബുള്ളറ്റിൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ഇവൻറ്റിലാണോ കയറുന്നത് ആ ഇവൻറ്റിൻ്റെ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇവൻറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹാക്ക് ക്ലബ്. ഇനി നിങ്ങൾക്കൊരു ചാനലിൽ കയറണം. ഓക്കെ, ഓൾറെഡി ഉള്ള ഒരു ചാനലിൽ കയറണമെങ്കിൽ ഇവിടെ സെർച്ച് ഹാക്ക് ക്ലബ് കണ്ടോ, ഇവിടെ ചെന്നിട്ട് ചാനലിൻ്റെ പേരടിച്ചാൽ മതി. ഞാനൊരു ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ട്രഷർ കോവ് എന്നാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, ട്രഷർ കോവ് എന്ന് പറയുന്ന ചാനലാണ്. അത് സെർച്ച് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചാനൽ അടിച്ചാൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. ഈ ട്രഷർ കോവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ ആളുകൾക്ക് നേടിയ പ്രൈസസ് ഉണ്ടല്ലോ, അത് ഇവരിവിടെ പോസ്റ്റ് ചെയ്യും. കണ്ടോ, എനിക്കത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, മോട്ടിവേഷൻ കിട്ടും. ഞാൻ ഈ ചാനൽ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുള്ളത് അതിനാണ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. ഞാനിപ്പോൾ വന്നപ്പോൾ മക്കോണ്ടോ ഇവൻറ്റിന് വേണ്ടി വർക്ക് ചെയ്താൽ എനിക്ക് ഈ സാധനം കിട്ടുമെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യും, ഈ സാധനം നേടും. ഇങ്ങനെയാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ. നിങ്ങൾക്ക് ഈ ട്രഷർ കോവ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ പറ്റും. ഇനി മെയിനായിട്ടൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹാക്ക് ക്ലബിനൊരു കേരള കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നിങ്ങളിവിടെ കേരള ഹാക്ക് ക്ലബ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചാനലുണ്ട്. ഓക്കെ, കേരള ഹാക്ക് ക്ലബ്ബ്. ഈ ചാനലിലും കൂടെ ജോയിൻ ചെയ്ത് കിടക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരള ഹാക്ക് ക്ലബിനകത്തും ഭാഗമാവാൻ പറ്റും. ഞങ്ങൾ നടത്തുന്ന ഇവൻറ്റ്സിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അതുവഴിയും പ്രൈസസ് നേടാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ kerala.hackclub.com എന്ന് പറയുന്ന ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് കിട്ടും. ഇവിടെ ഞങ്ങളുടെ ഇവൻറ്റുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളിവിടെ പറയും. ഞങ്ങളിപ്പോൾ 2 ഇവൻറ്റ് നടത്തി. ഡേ ഡ്രീം കേരളയിൽ നടത്തി, ക്യാമ്പ് ഫയർ കേരളയിൽ നടത്തി. അടിപൊളി ഇവൻ്റ് ആയിരുന്നു. പിന്നെ ബിൽഡ് ഗിൽഡ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് നടത്തി.
ഇത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുട്ടി മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ഇപ്പം ഞങ്ങൾ ഹാക്ക് ക്ലബ് കേരള വളർത്തിക്കൊണ്ട് വരുവാണ്. ഇപ്പോൾ 27 പേരായിട്ടുണ്ട്. ഞങ്ങൾക്ക് 500 എത്തിക്കണം. 500 മേക്കേഴ്സിലോട്ട് ഞങ്ങളുടെ ആ ഒരു കൗണ്ട് എത്തിക്കണം. അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ ഹാക്ക് ക്ലബ്ബിൽ ഈ കേരള ഹാക്ക് ക്ലബ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ട് ഞാൻ ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്, കേരള ഹാക്ക് ക്ലബിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാക്ക് ക്ലബ് എന്ന് പറയുന്നതും ഒരു അടിപൊളി പരിപാടിയാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് 18 വയസ്സോ അതിന് താഴെയാണ് പ്രായമെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. നിങ്ങളിതിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ചെയ്യാൻ അറിയാം, സോഫ്റ്റ്വെയർ ചെയ്യാൻ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാക്ക് ക്ലബിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ പ്രൈസസ് നേടാൻ പറ്റും, കൂടുതൽ കണക്ഷൻസ് കിട്ടാൻ പറ്റും. അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്.